അതിനെ ഞങ്ങൾ ഗൗരവമായി കാണുന്നുണ്ട്. കെ മുരളീധരൻ വിജയിക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നു. കെ മുരളീധരൻ ജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞങ്ങൾ കൂട്ടായി പരിശോധിക്കും. അദ്ദേഹത്തിൻ്റെ പരാതികൾ എന്താണെന്ന് പാർട്ടി കേൾക്കേണ്ടതാണ്. തന്നെയുമല്ല, കെ മുരളീധരൻ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. എവിടെ മത്സരിക്കാൻ പറഞ്ഞാൽ, ഞാൻ ഉമ്മൻചാണ്ടി കൊണ്ടാണ് വടകര നിൽക്കാൻ പറഞ്ഞു, അദ്ദേഹത്തോട് നേമത്ത് നിൽക്കാൻ പറഞ്ഞു. ആ ഉത്തരവാദിത്തമെല്ലാം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കെ മുരളീധരൻ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ മുന്നിൽ തന്നെ നിർത്തി ഉള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകും. ഒരിക്കലും പാടില്ല. പൊതുപ്രവർത്തനങ്ങൾ വിടാനുള്ളതല്ല. മുരളി മുന്നിൽ നിന്ന് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ ഓൾറെഡി ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചതാണ്. ഒരു സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ രാധാകൃഷ്ണനാണ് വിജയിച്ചിരിക്കുന്നത്. രമ്യ ഹരിദാസും വിജയിക്കുമെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. രമ്യയുടെ ഓഫീസ് ഉദ്ഘാടനത്തിൽ ഞാൻ പോയപ്പോൾ എനിക്കത് മനസ്സിലായതാണ്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. പിന്നെ രാധാകൃഷ്ണന് കിട്ടിയ ഒരു മികവും അതിനകത്തൊരു ഘടകമാകാം. എന്നാലും രമ്യ ഹരിദാസ് ജയിക്കും എന്ന പ്രതീക്ഷയായിരുന്നു എനിക്കുണ്ടായത്. നമ്മൾ ഉറപ്പായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും മുന്നോട്ട്.